ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു 3 മണിക്കൂർ നേരം പോയ വഴി ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് മെന്റലിസ്റ്റ് ആദ്യം എന്ന ആളുടെ ഷോവിന്റെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ പല വഴിക്കും കണ്ടിട്ടും റീൽസ് ഒക്കെ ത്രൂ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അത് യഥാർത്ഥത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേണി. അതൊരു യാത്രയാണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് നമ്മളൊരു മെന്റലിസ്റ്റ് പെർഫോം ചെയ്യുന്ന കുറച്ച് ട്രിക്സ് മാത്രമൊന്നുമല്ല, അതിനകത്ത് അയാൾ ആഡ് ചെയ്യുന്ന ലൈഫ്, ആ ഒരു പ്രോസസ്സ് ഉണ്ട്. കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേണി. അത് നമ്മളൊന്ന് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എനിക്കതൊക്കെ അറിയാം, പാസ്വേഡ് ഒക്കെ തുറക്കാൻ. ലുക്ക് അറ്റ് മീ. ഇപ്പം അത് ക്ലിയർ ആയിട്ട് മറന്നു പോകുന്ന വിചാരിക്കും. യു വോണ്ട് ഹാവ് ആക്സസ് ടു ദാറ്റ് ഇൻഫർമേഷൻ. ഇല്ലല്ലോ, മറന്നില്ലേ? പാസ്വേഡ് മറന്നില്ലേ? താങ്ക് യു വെരി മച്ച്. എത്ര ശ്രമിച്ചാലും അത് പറ്റില്ല. പിന്നെ 3 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്നത് ഡാമേജ് ആയിപ്പോ. ക്ലോസ് ഇറ്റ്. ക്ലോസ് യുവർ ഐസ്. അത് പറ്റിച്ചു. അത് ഞാൻ തന്നെ റെഡിയാക്കി തരാം. തുറന്നില്ലേ? ആ, താങ്ക് യു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇതു പ്രണയം. അഞ്ജലി എനിക്ക് വേണ്ടി ഈ ഷോ ബുക്ക് ചെയ്ത് തന്നാണ്. ഇത് എന്റെ പിറന്നാളാണ്. മലയാളികൾക്ക് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കാൻ ഈ ഷോയിലും വലിയ ചോയ്സ് എന്താണ്? നിങ്ങൾ ടിക്കറ്റ് എടുത്തു കൊടുത്താൽ മതിയോ? നിങ്ങൾ എന്ത് വരാത്തത്? ഓ, നമ്മുടെ നാട്ടിലൊരു വല്യച്ഛനുണ്ട്. അയാൾക്ക് എല്ലാരും ഭയങ്കര സംശയ. ഒരു ഭക്ഷണം കൊടുത്ത് ആദ്യം പൂച്ചക്ക് ഇട്ട് കൊടുക്കും. കൊറേ കഴിഞ്ഞിട്ട് ആള് കഴിക്കുള്ളൂ. സാരില്ല. 2.5 മണിക്കൂർ എന്നുള്ളത് 3.25 മണിക്കൂറായിട്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഞങ്ങൾ ഫുൾ ടൈം കരയായിരുന്നു. ഞങ്ങളെ ചിരിപ്പിച്ചു, ഞങ്ങളെ പല തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും എല്ലാം ഞങ്ങൾക്കൊരു ബ്രദർഹുഡ് ഫീലാണ് വന്നത്. സച്ച് എ ഹംബിൾ പേഴ്സൺ ഹീസ്. ആരും മിസ് ചെയ്യരുത്. കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എന്താ പറയേണ്ടത് അറിഞ്ഞൂടാ. ഇറ്റ്സ് എ മൈൻഡ് ബ്ലോയിങ് പ്രോഗ്രാം.